ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ്. എന്താണ് പ്ലാനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി പ്ലാനിങ്, അതൊക്കെയാണ് നമുക്കിന്ന് പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പ്ലാനിങ് നോക്കാം. നമുക്ക് ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഫോർ ദ ഫ്യൂച്ചർ, അല്ലേ? Planning means deciding in advance what is to be done, how is to be done, when is to be done, and who is to be done. Okay, and it refers the determination of course of action to achieve the desired result. അല്ലേ, നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് അറിയാം. നമ്മളൊരു കാര്യം ഫ്യൂച്ചർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം, അതിനെ കുറിച്ചിട്ട് പറയുന്ന പേരാണ് എന്ത്, പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ പ്ലാനിങ് പ്രോസസ് ഇസ് എ തിങ്കിങ് അബൌട്ട് ദ ഓർഗനൈസിങ് ടു ആക്ടിവിറ്റീസ് ടു റിക്വയർഡ് ടു അച്ചീവ് ദ ഡിസൈഡ് ഗോൾ. അല്ലേ, നമ്മൾ ഒക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഫേമിനൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഫേമിനൊരു ഗോൾ ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്ലാനും ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ കുറച്ച് മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനിഷന് ഒന്ന് പഠിച്ചു വെക്കുക. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഡെയിലി ഒബ്ജക്റ്റീവ് യു ക്വാളിഫൈ ആസ് എ ഡ്രീമർ. ഓക്കെ, സിഗ്ലർ എന്ന ആൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്ലാനിങ് ഇസ് എ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇറ്റ് ഇൻവോൾവ് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ടു ദ ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, പ്ലാനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഡെഫിനേഷൻ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി പറയുന്നത് what are the characteristics or what are the features of the planning process. First one, planning is a goal oriented. That means plans are made in order to seek certain predetermined goal. ഓക്കെ, പ്ലാൻ ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. നമുക്കറിയാം ഓരോ പ്ലാൻ ആയാലും ഒബ്ജക്റ്റീവ്സ് ആയാലും ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് അല്ലെങ്കിൽ ഗോൾ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ planning is a primary function. That means planning provides the basic foundation from which all future management functions are to be arises. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് കേസായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്ലാനിങ് ആണ്. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ഓർഗനൈസിങ് ആയാലും സ്റ്റാഫിങ് ആയാലും അതൊക്കെ വരുന്നത് നമ്മുടെ പ്ലാനിങ്ങിന് ശേഷമാണ്. പ്ലാനിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ പ്ലാനിങ് ഈസ് എ തിങ്കിങ് പ്രോസസ്സ്. അല്ലേ, നമുക്കറിയാം പ്ലാനിങ് ഈസ് ഇറ്റ് ഈസ് എ ഇൻ്റലക്ച്വൽ പ്രോസസ്സ് ആണെന്നറിയാം. അതുപോലെ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇമാജിനേഷൻ, ഫോർസൈറ്റ് ആൻഡ് ദ സൗണ്ട് ജഡ്ജ്മെൻറ്റ്. അല്ലേ, ഒരു തിങ്കിങ് പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്തൊരു ഫീച്ചർ അല്ലെങ്കിൽ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് ഈസ് ഫ്ലെക്സിബിൾ. വാട്ട് യു മീൻ ബൈ ഫ്ലെക്സിബിൾ? ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്. അല്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. അല്ലേ, അപ്പോൾ ഇന്നൊരു പ്ലാൻ ഫ്യൂച്ചർക്ക് വേണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി സംഭവിച്ച് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ പ്ലാന് മാറ്റേണ്ടി വരും. അല്ലേ, അവൾ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാനുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്ലാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ച് ചെയ്യിക്കേണ്ടി വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഈസ് പ്ലാനിങ് ഈസ് ഓൾ പെർവേസീവ്. ദാറ്റ് മീൻസ് പ്ലാനിങ് ഈസ് ആൻ ഓൺഗോയിങ് പ്ലാനിങ് ഈസ് ആൻ ഓൾ പെർവൈസീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ഈസ് ആൻ ഓൺഗോയിങ് ആക്ടിവിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആൻ ഓർഗനൈസേഷണൽ ഹൈറാർക്കി. ഓക്കെ, സോ ദ റൈറ്റ് ഫ്രം CEO ടു ദ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ഒരു ഏരിയയിൽ മാത്രമല്ല, എല്ലാ ഏരിയയിലും എന്തുണ്ട്, പ്ലാനിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു ദിവസം ഒരു പ്ലാൻ ഉണ്ടാക്കി പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ മറ്റെന്ത് വരും, അല്ലെങ്കിൽ ഒരു പ്ലാൻ തന്നെ ഒരു ഇയർക്ക് മാത്രം പോരാ, അതൊരു കണ്ടിന്യൂസ് ഇതാണ്. ഒരു പ്ലാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മറ്റൊരു പ്ലാന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പറയുന്നത്. പ്ലാനിങ് ഇൻവോൾവ് ഈസ് എ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ആൻഡ് ദ റീ അസസ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ഡയറക്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഓർഗനൈസേഷൻ വൈൽ കവറിങ് ടു ദ അച്ചീവ് ദി ഗോൾ. ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരേണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ
പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ് എന്നുള്ളൊരു ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്ലാനിങ് ഓൾവേസ് ഇൻവോൾവ് ദ ചോയ്സ് എമംഗ് ദ വേരിയസ് ആൾട്ടർനേറ്റീവ്. ഓക്കെ, ഇഫ് ദർ ഈസ് ഓൺലി വൺ വേ ഓഫ് ഡൂയിങ് സംതിങ് ദർ ഈസ് നോ നീഡ് ഫോർ പ്ലാനിങ്, അല്ലേ? പ്ലാനിങ് അറൈസസ് ഓൺലി വെൻ ദർ ഈസ് എ ആൾട്ടർനേറ്റീവ് അവൈലബിൾ. ഒരു ഐറ്റം തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്തിനു ചെയ്യുന്നില്ല, പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ടാവുമ്പം അതിന് ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് പ്ലാനിങ് ഇൻവോൾവ് ചോയ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്ലാനിങ് ഈസ് എ റേഷണൽ. ദാറ്റ് മീൻസ് പ്ലാനിങ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇമോഷണൽ unemotional in their approach of planning. Okay, so the aim would be to achieve efficiency and the effectiveness while the optimally developing the resources. Okay, so the planning is a rational. Okay, then next feature is planning is a integrated process. That means plans are structured in a logical way, such as that a very lower level plan serves mean for accomplish the higher level plan. Okay, so plannings are interrelated, ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് മ്യൂച്വലി സപ്പോർട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് പ്രോസസ്സ് എന്താവണം, മ്യൂച്വലി അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരിക്കും. കാരണം ഒരു ലോവർ ലെവലിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ലോവർ ലെവലിൽ ചെയ്യുന്ന വർക്കേഴ്സിന് ഒരു പ്ലാൻ, മുകളിൽ വേറൊരു പ്ലാൻ, അങ്ങനെ പാടില്ല. ഈ താഴെയുള്ള ആളുകൾ എടുക്കുന്ന പ്ലാൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, നമ്മൾ മുകളിലുള്ള പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേഷനുള്ള പ്ലാനുകളായിരിക്കണം തയ്യാറാക്കേണ്ടത്. അവിടെ ഒരു മ്യൂച്വൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് പ്ലാനിങ് ഈസ് എൻ ഇൻറ്റിഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ പ്ലാൻ നമ്മുടെ ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ തരത്തിലുള്ള പ്ലാനുകളായിട്ട് മാറണം. അതുകൊണ്ടാണ് പ്ലാനിങ് ഈസ് എ ഇൻറ്റിഗ്രേറ്റഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ പ്ലാനിങ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാൻ എന്തിന് എപ്പോഴത്തേക്കാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? പ്ലാനിങ് ഇൻ അഡ്വാൻസ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? സോ പ്ലാനിങ് അറ്റംപ്റ്റ് ടു പീപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ആൻഡ് അനലൈസ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. ഓക്കെ, ദെൻ വി ക്യാൻ ഡിസ്കസ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പർപ്പസ് ഓഫ് പ്ലാനിങ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് പ്രൊവൈഡ് ദ ഡയറക്ഷൻ. Is it clear? That means planning provide clear sense of direction and purpose of activities of the organization. അല്ലേ? പ്ലാനിങ് ഫോർ ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതിനൊക്കെ കുറിച്ച് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ പ്ലാനിങ് ആണ്. ഓക്കെ, ദെൻ പ്ലാനിങ് മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ദാറ്റ് മീൻസ് if a fast changing organization planning based on the hard fact and data help manager to reduce risk and uncertainties. ഓക്കെ, നമ്മൾ നല്ലൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കണ്ടറിഞ്ഞിട്ട് നല്ലൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന റിസ്ക് ആയാലും അൺസർട്ടനിറ്റീസ് ആയാലും ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അതിനുണ്ട്. സോ ദ പ്ലാനിങ് മിനിമൈസ് ദ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് എൻഷ്യൂർ കോർഡിനേഷൻ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് പ്ലാനിങ് ഹാവ് ടു establish the coordinate the effort from various division department and the people. Okay, that means ഓരോ നമുക്കറിയാം ബിസിനസ് ഫേമിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് എന്തിട്ടുണ്ടാവും, വേർതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നല്ല പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഹെൽപ്പ് ഫോർ coordination between different plans. Okay, then planning next advantages or next importance is planning leads to economy. That means planning helps to accomplish an optimal utilization of physical and human resources. So it leading toward cost reduction, higher efficiency and productivity which lead to better economy. നല്ലൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ ആയാലും അവിടുത്തെ എംപ്ലോയീസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും നല്ല പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ ബിസിനസ് ഫേമിന് ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്, പ്ലാനിങ് ലീഡ് ടു എക്കോണമിയിൽ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്ലാനിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അവിടെ സെയിൽസ് നന്നായിട്ട് നടക്കും, അത് നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അതുവഴി നമ്മുടെ ഫേമിന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്ലാനിങ് ലീഡ് ടു എക്കോണമി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് മീൻസ് പ്ലാനിങ് ഹെൽപ്പ് ഫോർ പ്രൊവൈഡിങ് ഗൈഡ് ലൈൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഫേമിൽ എടുക്കേണ്ട ഡിസിഷൻസ് എങ്ങനെയൊക്കെയാണ്, നല്ല പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നല്ല ബിസിനസ് ഫേമിൻ്റെ ഗോളോ അച്ചീവ് ചെയ്യാൻ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിൽ പറയുന്നത്. ഓക്കെ, ദെൻ പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റേജ് ഓഫ് എഫേർട്ട്. ദാറ്റ് മീൻസ് പ്ലാനിങ് അവോയ്ഡ് ഫോർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ആൻഡ് ഓവർലാപ്പിംഗ് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി, റെഡ്യൂസിങ് ദ വേസ്റ്റേജ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാൻ
പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലായാലും എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്നതിന് നല്ലൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് നടത്താം. അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. പിന്നെ ഒരു എംപ്ലോയീസിനൊക്കെ നല്ല പ്ലാനിങ്ങിലൂടെ അവർ ചെയ്യേണ്ട വർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഓവർലാപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല. നമുക്ക് ബിസിനസ്സിൻ്റെ ഗോള് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ പറയുന്നത്. ഓക്കെ, സോ പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് ദ വേസ്റ്റേജ് ഓഫ് ദി എഫേർട്ട്. Okay, the next one is planning encourages innovation and creativity. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലാനിങ് ഹെൽപ്പ് ഫോർ റിമൈനിങ് ദ കോമ്പറ്റീറ്റീവ്. സോ ദ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ ലൈക്ക് ട്രംപ് കാർഡ് ഇൻ ദി കോമ്പറ്റീറ്റീവ് വേൾഡ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്ലാനിങ് എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയിൽ പറയുന്നത് നല്ലൊരു പ്ലാനിങ് ഉണ്ടെന്ന് നമുക്കറിയാം. മാർക്കറ്റിൽ എങ്ങനെയാണ് നല്ല കോമ്പറ്റീഷനാണ്. ഒരു ഫേം മാത്രമല്ല, ഡിഫറെൻറ്റ് ഫേംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നല്ല പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാന് വേണം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്ത് വേണം, നല്ല ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസുകൾ വേണം. ഓക്കെ, അപ്പോൾ നല്ല പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്നോവേഷനെയും ക്രിയേറ്റിവിറ്റിയും എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, ദെൻ next one is planning facilitate control. That means control is the key success of any organization. Okay, so and in order to control there has to be a plan. ഓക്കെ, നമുക്കറിയാം പ്ലാനിങ് ഫെസിലിറ്റേറ്റ് കൺട്രോളിൽ പറയുന്നത് നമുക്കറിയാം ഫേമിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലാൻ ചെയ്ത് നടന്നാൽ മാത്രമേ പറയാം. എന്തും കൂടി വേണം, നല്ലൊരു കൺട്രോൾ വേണം. ആ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പ്ലാനിങ് സക്സസ് ആവുള്ളൂ. അപ്പം നല്ലൊരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് ഫേം നല്ലൊരു പ്ലാന് വേണം. അപ്പം നല്ലൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് നമ്മുടെ ബിസിനസ് ഫേമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. Okay, the next one is planning improve morale. That means if employees participate in the planning process, it boosts their morale and develop broad mentality of thinking to achieve the organizational goal. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ഇംപ്രൂവ് മൊറൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനുമായിട്ട് കൂടി ആലോചിക്കുമ്പം അവരുടെ ഐഡിയയിലുള്ള കാര്യങ്ങൾ എന്ത് വരും, പുറത്തു വരും. ഓക്കെ, അവർ മെൻ്റലി പുറത്ത് കൊണ്ടുവരും. അതെന്ത് ചെയ്യും, നമ്മുടെ ബെറ്റർ പ്ലാനിനെ നമ്മുടെ ഓർഗനൈസേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി പ്ലാനിങ് പ്രോസസ്സാണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. 7 സ്റ്റെപ്പ് എന്നാണ്. ജസ്റ്റ് ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്കാണ്, സോറി ഫോർ ദാറ്റ്. നമുക്ക് കുറച്ച് പ്ലാനിങ് സ്റ്റെപ്സ് ഉണ്ട്. മെയിനായിട്ട് 9 സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ദർ ആർ സർട്ടൺ ബേസിക് സ്റ്റെപ്പ് വിച്ച് മസ്റ്റ് ബി ഫോളോഡ് ഇൻ ദി പ്ലാനിങ് പ്രോസസ്. ഓക്കെ, സോ ദർ ആർ ഫസ്റ്റ് വൺ എസ്റ്റാബ്ലിഷിംഗ് ദ ഒബ്ജക്റ്റീവ്. The word itself, their meaning. That means the first step of the planning process is to establishment of objectives. ഓക്കെ, സോ ഗോൾസ് ഓഫ് ബിസിനസ്. പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ ഗോൾ എന്താണ്, അത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആൻഡ് ഷുഡ് ഇൻഡിക്കേറ്റ് ദി എൻഡ് റിസൾട്ട് ഓഫ് പ്ലാനിങ് activity. Okay, first of all objective of the entire organization are laid down. They are to be broken into the sectional, departmental and individual objectives. Okay, so in fact objectives provide the nucleus to the planning process. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗോൾ, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ്, അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് ദ പ്ലാനിങ് പ്രിമൈസസ് ആണ്. That means planning premises are the assumption about the likely shape the events in the future which serve the basis of planning. To make the effective of plan, it is must that planning premises are based on systematic forecasting, അസസ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് പ്രിമൈസസ് ഉണ്ടാക്കുക, ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ പ്ലാനിങ് പ്രിമൈസസ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ദ ഫോമർ ടേക്കിംഗ് ടു അക്കൗണ്ട് ദ സെയിൽ ഫോർകാസ്റ്റ്, എക്സൈറ്റിംഗ് പോളിസീസ്, പ്രോഗ്രാംസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്, മാനേജ്മെൻറ്റ് ഫിലോസഫി എക്സെട്ര.
Okay, so the capabilities and capacities of the personnel are also important for the internal premises. ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡിൻ്റെ കേസിൽ എത്രത്തോളം നമ്മൾ കൺസിഡർ ചെയ്യണം, അതിനനുസരിച്ച് എത്രത്തോളം നമ്മുടെ പ്രൊഡക്ഷനിൽ മാറ്റം വരുത്തണം, അതുപോലെ ഡിഫറെൻറ്റ് പോളിസീസ് ഉണ്ടാക്കണോ, അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, അതൊക്കെയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ ഡെവലപ്പിംഗ് ദ പ്ലാനിങ് പ്രിമൈസസിൽ വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂയിങ് ഓഫ് ദ കീ ഫാക്ടറാണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് സർട്ടൻ ഫാക്ടേഴ്സ് ആർ വെരി മച്ച് എസെൻഷ്യൽ. ഓക്കെ, ദ ഫാക്ടർ ഈസ് നോൺ ആസ് കീ ഫാക്ടർ. Okay, some of the examples are power, machinery, material and part of finance, labor, etc. So due to consideration must be given them while formulating plan. Adequate provision must be made of them. Okay, following റിവ്യൂയിങ് ഓഫ് ദ കീ ഫാക്ടറിൽ പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാൻ മാത്രം ഉണ്ടാക്കുമ്പോൾ അത് മാത്രം ഒബ്ജക്റ്റീവ് മാത്രം നോക്കിയാൽ പോരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിഫറെൻറ്റ് കീ ഫാക്ടേഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെഷീനറീനെ കുറിച്ചിട്ടും മെറ്റീരിയൽ ആയാലും ഫിനാൻസ് ആയാലും ലേബറിൻ്റെ കേസ് ആയാലും ആ എല്ലാ കീ ഫാക്ടറും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മുടെ ബിസിനസ് പ്ലാന് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ആ കീ ഫാക്ടർ കണ്ടെത്തുക എന്നുള്ളതാണ് റിവ്യൂയിങ് ഓഫ് ദ കീ ഫാക്ടറിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് അൾട്ടർനേറ്റീവ്സ് ആണ്. എന്താ ഡെവലപ്മെൻറ്റ് ഓഫ് അൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് ദ പ്ലാനിങ് ഇൻവോൾവ് കൺസിഡറേഷൻ ഓഫ് അൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ടിങ് ദ ബെസ്റ്റ് അൾട്ടർനേറ്റീവ്സ് among them. That means without the resorting to a search for alternative, a planner will be guided by limited imagination only. Okay, so normally there are several alternatives for any problem. It is a duty of the manager to screen out the most available alternatives so that it has to small number of alternatives in the final selection. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് അൾട്ടർനേറ്റീവ് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഡിഫറൻറ്റ് അൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻറ്റ് വഴികളുണ്ടാവും അല്ലേ. നമുക്കറിയാം ഒരു ഏരിയയ്ക്ക് പോകാനോ ഒരു വഴിയെല്ലാം ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിഫറൻറ്റ് വഴികളിലൂടെ പോവാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത് അതിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറൻറ്റ് പ്ലാൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറൻറ്റ് ആൾട്ടർനേറ്റീവ് ഏതൊക്കെയാണെന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുകയാണ് ഏതിൽ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് അൾട്ടർനേറ്റീവ്സിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇവാലുവേഷൻ ഓഫ് അൾട്ടർനേറ്റീവ്. നമ്മൾ ഡിഫറൻറ്റ് അൾട്ടർനേറ്റീവ് ഉണ്ടാക്കി ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻറ്റ് വഴികൾ ഏതാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, എന്നാൽ ആ ഓരോ വഴികളെയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇവാലുവേഷൻ ഓഫ് അൾട്ടർനേറ്റീവിൽ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് ദ വയബിൾ ആൾട്ടർനേറ്റീവ് ആർ സെലക്റ്റഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ദിയർ ഇവാലുവേഷൻ വിത്ത് അസിസ്റ്റൻറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ദാറ്റ് ആർ അസോസിയേറ്റഡ് ഫോർ പ്ലാനിംഗ് പ്രിമൈസസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ ഈച്ച് ആൾട്ടർനേറ്റീവ് ടു ബി സബ്ജക്റ്റഡ് for their technical comfortability of the objectives and the what extent does satisfy the cost, speed, quality and rate of return of the investment requirement etc. ഓക്കെ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, നമ്മുടെ അൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുക. അത് നമുക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയെ അത് ബാധിക്കുമോ, നമ്മുടെ കോസ്റ്റിനെ അത് ബാധിക്കുമോ പ്ലാന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതാകും, നമ്മുടെ സ്പീഡ് ഉണ്ടാവും നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. അങ്ങനെ ആ ഡിഫറെൻറ്റ് അൾട്ടർനേറ്റീവിനെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ പ്ലാനിനെയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവാലുവേഷൻ ഓഫ് അൾട്ടർനേറ്റീവ് എന്ന സ്റ്റെപ്പിൽ വരുന്നത്. ക്ലിയർ ആണോ? ദെൻ സിക്സ്ത് സ്റ്റെപ്പായിട്ട് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഡിഫറൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്കൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇവാലുവേഷൻ ഓഫ് അൾട്ടർനേറ്റീവിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനെ എന്ത് ചെയ്യാം, ബെസ്റ്റായിട്ടുള്ള പ്ലാൻ. നമ്മൾ ഡിഫറൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തു, അത് ഓരോ പ്ലാനിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു അല്ലേ, അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യാണ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷനിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൺസ് ദ മെയിൻ പ്ലാൻ ഈസ് ഫോർമുലേറ്റഡ് ദ നമ്പർ ഓഫ് സപ്പോർട്ടീവ് പ്ലാൻ ഓർ ഡെറിവേറ്റീവ് പ്ലാൻസ് ആർ ടു ബി ഫ്രെയിംഡ്. ഓക്കെ, സോ ഇൻ ഫാക്ട് ഡെറിവേറ്റീവ് പ്ലാൻസ് ആർ ദ മെയിൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മെയിൻ പ്ലാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന സബ് പ്ലാൻസും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് പ്ലാൻസും ക്രിയേറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യും, നമ്മുടെ മെയിൻ പ്ലാനിനെ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗോള് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏതിൽ പറയുന്നത്, ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻസിൽ പറയുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ പ്ലാനിങ് പ്രോസസ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ് പുട്ടിംഗ് ദ പ്ലാൻസ് ഇൻ ടു ആക്ഷൻ സോ ആസ് ടു അച്ചീവ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി മാത്രം പോയാൽ സെലക്ട് ചെയ്താൽ അതെന്ത് വേണം, ആക്ഷനായി മാറണം എന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മുടെ പ്ലാനിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്സ് ഓഫ് പ്ലാൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫോളോ അപ്പ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു അപ്രൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ്. ദിസ് വിൽ ഡിറ്റക്റ്റിംഗ് ദ ഷോർട്ട് കമ്മിങ് ആൻഡ് ടേക്കിംഗ് റെമഡിയൽ മെഷർ വെൽ ഈസ് അഡ്വാൻസ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഓരോ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു, പിന്നെ ഒരു ഫോളോ അപ്പ് നടത്താം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണോ അത് നടക്കുന്നത്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണോ നടക്കുന്നത്, ഒരു ഫോളോ അപ്പ് നൽകുക. അതാണ് ഫോളോ അപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ പ്ലാൻ എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഒരു ഫോളോ അപ്പ് നടത്തുക. നമ്മളിതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യത്തിന് ഒരു ഫോളോ അപ്പ് നടത്തുക എന്നുള്ളതാണ് ഫോളോ അപ്പിൽ പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? If any doubt, please ask to me. So let me conclude today's section. Thank you.